പെണ്ണാൻസിക്ക് ശേഷം പ്രശസ്ത റിവ്യൂവറായ അലൻ ജോസ് പെരേര നായകനാകുന്ന പുതിയൊരു വർക്ക്. അപ്പം അലൻ ജോസ് പെരേര, അതിൻ്റെ വിശേഷങ്ങൾ പറയൂ. ഹായ്, നമസ്കാരം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ നായകനായി അഭിനയിക്കുന്ന സെക്കൻഡ് വർക്കാണ്. കാരണം നല്ലൊരു വർക്കായിരിക്കും. കാരണം ഗംഭീരമായിട്ടുള്ളൊരു പേരാണ് ടൈറ്റിൽ പറയുന്നത്, പണിക്ക് പോകാത്തവൻ. അപ്പോൾ പണിക്ക് പോകാത്തവൻ. അപ്പോൾ നമുക്ക് അതിന്റെ ഡയറക്ടറിനെ നമുക്ക് പരിചയപ്പെടുത്താം. അതെ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. മണ്ണാനുള്ള മിമിക്രി താരം, സൂപ്പർ താരം, മിമിക്രികളുടെ താര രാജാവ് നമ്മുടെ അഭിലാഷ് ആട്ടായത്തിന്റെ വേദിയിലേക്ക് അഭിലാഷ് ആട്ടായം, നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇദ്ദേഹത്തിന്റെ വർക്ക് ഉണ്ടായിരുന്നല്ലോ, തലതെറിച്ചവൻ. അതെ, ആ ഒരു വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അത് അതിന്റെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, തലതെറിച്ചവൻ എന്ന പേരിൽ. പക്ഷെ അത് നമ്മുടെ റസാഖ് മട്ടാഞ്ചേരിയുടെ വർക്ക് ആയതുകൊണ്ട് പുള്ളി വേറെ ലെവലിൽ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങള് ആ പേരൊന്ന് മാറ്റി പണിക്ക് പോകാത്തവൻ. അതെ, ഞങ്ങൾ പണിക്ക് പോകാത്തവർ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടൈറ്റിൽ പാട്ട് ഞാൻ പാടാം, 2 വരി ഞാൻ പാടാം. La 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 pa 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 he 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 പണിക്ക് പോകാത്തവൻ la 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 ta 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 പണിക്ക് പോകാത്തവൻ. വീട്ടിലെ കോടികളുടെ ആസ്തി ഉണ്ടെങ്കിൽ എന്തിനാടാ മോനെ, എടാ മോനെ, എടാ മോനെ, എന്തിന് പണിക്ക് പോണം? കോടികളുടെ ആസ്തി ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ കോടികളിട്ട് അമ്മാനാ പാടുമ്പോൾ എന്തിനാണ് പൊന്നെ നീ പണിക്ക് പോകുന്നത്? പണിക്ക് പോകാത്തവൻ ലാ 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 ലാ. അഭിലാഷ് ആട്ടായം ഡയറക്റ്റ് ചെയ്യുന്ന പണിക്ക് പോകാത്തവൻ അലൻ ജോസിന്റെ പണിക്ക് പോകാത്തവൻ. അല്ല, ഈ പാട്ട് അതിന്റെ അകത്തൊന്നും ഇല്ല, ഇത് ഞങ്ങൾ ചുമ്മാ പ്രമോട്ട്. ഒരു സസ്പെൻസ് ഉണ്ട്. പണിക്ക് പോകാത്തവൻ എന്ന പേര് മാത്രമേ ഉള്ളൂ, ഇതില് സബ്ജക്ട് വേറെയാണ്. പണിക്ക് പോകുന്നവരുണ്ട്. എന്തായാലും അതില് ബ്രൈറ്റ് എന്നോടൊപ്പം ഡയറക്ഷനിൽ നിൽക്കുന്നുണ്ട്, പിന്നെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 1-2 പുതുമുഖ നിഷയുണ്ട്, നിഷ അടിക്കുന്നുണ്ട്. ഉണ്ട്. അതുപോലെ അലിയേട്ടന്റെ പെണ്ണ് ആൻസിക്ക് ശേഷം ഉള്ളൊരു വർക്കാണ്, ടീമിന്റെ വർക്കാണത്. പിന്നെ 1-2 പുതുമുഖ ആർട്ടിസ്റ്റുകളുണ്ട്, പേര് ഇപ്പോൾ പറയുന്നില്ല. 1-2 പേര് സസ്പെൻസ് ആണ്. അത് ഗസ്റ്റ് അപ്പിയറൻസിൽ വരുന്നവരാണ്. അപ്പൊ അങ്ങനെയല്ല, ഞങ്ങൾ ആഡ് ചെയ്യുന്ന വർക്ക് അടുത്ത ആഴ്ച ഷൂട്ട് തുടങ്ങുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും. പിന്നെ അതിലുപരി ഒരു ആൽബത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ് അടുത്ത ആഴ്ച റിലീസ് ആവുന്നുണ്ട്. സ്വപ്നത്തിലെ പ്രണയം എന്ന വർക്കാണ്, അഭിലാഷ് ആട്ടയം ഡയറക്ട് ചെയ്ത വർക്കാണ്. നമ്മുടെ നായികമാര് രമ്യ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ലിയ ഉണ്ടായിരുന്നു, 2 കുട്ടികൾ നായിക. രമ്യ ചേച്ചിയും ലയ ചേച്ചിയും ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഉറുമ്പ് കടിച്ചു, കാരണം ശത്രുക്കൾ കൂടി വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.